ഡൽഹി അക്ബർ റോഡിന്റെ പേര് മാറ്റണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം. അക്ബർ റോഡിലെ സൈൻ ബോർഡുകളിൽ കരിയോയിൽ ഒഴിച്ചാണ് പ്രതിഷേധം. ഡൽഹിയിൽ നിന്ന് ഗൗതം അനന്തനാരായണന്റെ റിപ്പോർട്ട്. ശക്തികളുടെ എല്ലാ അടയാളങ്ങളും തേച്ചു മായ്ച്ചു കളയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധമാണ് നമ്മുടെ രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ ശക്തമാകുന്നത്. ഡൽഹിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വീഥികളിൽ ഒന്നാണ് അക്ബർ റോഡ്. രാജ്യതലസ്ഥാനത്തിന്റെ ഹൃദയഭാഗത്തിലൂടെയാണ് ഈ റോഡ് കടന്നു പോകുന്നത്. ഈ റോഡിൽ ഇത്തരം ധാരാളം സൈൻ ബോർഡുകളുണ്ട്. ഈ സൈൻ ബോർഡുകളിലെല്ലാം ഇന്നലെ രാത്രിയിൽ സ്പ്രേ പെയിന്റ് ചെയ്യുകയും ഈ അക്ബർ റോഡ് എന്നത് മായ്ച്ചതിന് ശേഷം ഇതിന് മുകളിൽ ഭാരതത്തിന്റെ ദേശീയ പുരുഷന്മാരായിട്ടുള്ള ഛത്രപതി ശിവജിയുടെയും അതോടൊപ്പം തന്നെ പൃഥ്വിരാജ് ചൗഹാന്റെയും റാണ പ്രതാപിന്റെയും ഒക്കെ പോസ്റ്ററുകൾ, ചിത്രങ്ങൾ ഈ ബോർഡുകൾക്ക് മുന്നിൽ പതിക്കുന്ന രീതിയിലുള്ള ഒരു നീക്കമാണ് ഇന്നലെ രാത്രിയിൽ രാജ്യതലസ്ഥാനത്തുണ്ടായത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഡൽഹിയിലെ തന്നെ തുഗ്ലക് റോഡിലെ ഇത്തരം സൈൻ ബോർഡുകൾ മായ്ച്ചുകൊണ്ട് ഹിന്ദു രാജാക്കന്മാരുടെയോ ഭാരതത്തിന്റെ ദേശീയ പുരുഷന്മാരുടെയോ പേര് ആ റോഡുകൾക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ട് സമാനമായ പ്രതിഷേധമുണ്ടായി. നമുക്കറിയാം, മഹാരാഷ്ട്രയിൽ ഈ ഔറംഗസേബിന്റെ ശവകുടീരം സാംബാജി നഗറിൽ നിന്നും എടുത്തു മാറ്റണം, അല്ലെങ്കിൽ അത്തരമൊരു ശവകുടീരം അവിടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സംരക്ഷിക്കേണ്ടതില്ല എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വ്യാപക പ്രതിഷേധം നടക്കുകയാണ്. ബജ്രംഗ് ദളും ഹിന്ദു പരിഷത്തും ഉൾപ്പെടെയുള്ള സംഘടനകളാണ് മഹാരാഷ്ട്രയിൽ പ്രതിഷേധിക്കുന്നത്. ഇങ്ങനെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ ഉയർന്നൊരു ആവശ്യം, നമ്മുടെ നാട്ടിലേക്ക് അധിനിവേശം നടത്തിയിട്ടുള്ള ഇസ്ലാമിക ശക്തികളുടെ പേരുകൾ വെച്ചുകൊണ്ടുള്ള റോഡുകളോ അല്ലെങ്കിൽ അവരെ ഓർമ്മിപ്പിക്കുന്നതായ അവരുടേതായിട്ടുള്ള അടയാളങ്ങളോ എല്ലാം തേച്ചു മായ്ച്ച് കളയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധമാണ് ഓരോ ദിവസവും ശക്തമാകുന്നത്. ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് രാജ്യതലസ്ഥാനത്ത് അക്ബർ റോഡിൻ്റെ സൈൻ ബോർഡുകൾ മായ്ച്ചുകൊണ്ട് ഇന്നലെ അർദ്ധരാത്രിയിൽ ഇവിടെ നടന്ന പ്രതിഷേധം. ഡൽഹിയിൽ നിന്ന് ഉണ്ണി കെ വാര്യർക്കൊപ്പം ഗൗതം അനന്തനാരായണൻ, ജനം.